പ്രയാസം ഏറും നേരത്തും ദുഃഖിതനായി ഞാൻ തീരും നേരത്തും മനമറിയും പരമനാഥൻ അരികിലുണ്ട്, പതറുകില്ല. മനമറിയും പരമനാഥൻ അരികിലുണ്ട്, പതറുകില്ല. നേടുക നിൻ കൃപാവരങ്ങൾ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 16-ാം സങ്കീർത്തനം 4-ാം വാക്യം. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല. അവരുടെ നാമങ്ങളെ എൻ്റെ നാവിന്മേൽ എടുക്കുകയുമില്ല. യഹോവയിൽ നിന്നും മാറി അന്യദൈവങ്ങളെ ആരാധിക്കുന്നവർക്ക് അവരുടെ സങ്കടങ്ങൾ പെരുകും. രക്തപാനീയ ബലി എന്നാൽ യാഗത്തിനു വേണ്ടി കൊല്ലപ്പെട്ട മൃഗത്തിൻ്റെ രക്തത്തോടുകൂടെ വീഞ്ഞോ വെള്ളമോ ചേർത്ത് ജാതീയ ദേവന്മാർക്ക് അർപ്പിക്കുന്ന ഒന്നാണ്. രക്തത്തോടുകൂടിയുള്ള ഭക്ഷണപാനീയങ്ങൾ ഇസ്രയേലിനെ വിലക്കപ്പെട്ടിരുന്നു. ജാതികളുടെ അശുദ്ധിയിൽ പങ്കുകാരനാകുകയില്ല എന്നും അവരുടെ ആരാധനയിൽ ചേരുകയില്ല എന്നും അന്യദേവന്മാരുടെ നാവിന്മേൽ എടുക്കുകയില്ല എന്നുമുള്ള ഒരു ഉറച്ച തീരുമാനമാണ് സങ്കീർത്തനക്കാരൻ ഈ വാക്യത്തിലൂടെ പ്രഖ്യാപിക്കുന്നത്. പ്രിയ സ്നേഹിതരെ, കാര്യസാധ്യത്തിനു വേണ്ടി സത്യദൈവത്തെ വിട്ട് അന്യദൈവങ്ങളെ ആരാധിക്കുകയും നേർച്ച കാഴ്ചകളിലൂടെ അന്യനാമം നാവിൽ എടുക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ മടങ്ങി വരുവാൻ ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നപരിഹാരമുണ്ടാകുകയുള്ളൂ. അവൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ ഒഴുക്കിയ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് പുതുമനുഷ്യനായി ഈ നാളുകളിൽ നമുക്ക് മടങ്ങി വരാം. പ്രാർത്ഥിക്കാം. കർത്താവേ, ഏക സത്യ ദൈവമായി നിന്നെ ആരാധിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.